ആ കുട്ടി വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു ഡിഗ്രി വരെ എത്തി, ഇനി എന്നെ കൂടെ പഠിക്കാൻ കഴിയില്ല, ഈ പഠിച്ചു വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കോളാം. ഒരു അക്കാദമിക് ഇന്റലിജൻസ് മാത്രം കിട്ടിയ ഒരു 10 A+ അല്ലെങ്കിൽ ഹൈലി പെർഫോമിംഗ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വട്ടപൂജയായിരിക്കും. ഒരു A+ കിട്ടുന്ന ഫസ്റ്റ് ബെഞ്ചർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഫെയിലായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു ലൈഫിൽ എങ്ങനെ ഇന്റലിജൻ്റ് ആയിട്ട് മുന്നേറാമെന്നുള്ള നോളജും കാര്യങ്ങളൊന്നും ഫെയിലിയർ കൂടെ എങ്ങനെ പഠിക്കുക എന്നുള്ളതും. ഒരു A+ മാത്രം വാങ്ങിക്കൊണ്ട് പോകുന്ന വ്യക്തിൻ്റെ പഠനം ആ ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷേ A+ ഒന്നും വാങ്ങാതെ നല്ല എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാതെ ജീവിതത്തിൻ്റെ സ്ട്രഗിളിലേക്ക് ഇറങ്ങുന്ന ഓരോ ആൾക്കാരും അവർ പഠനം തുടങ്ങുന്നത് എപ്പോഴാണ്? ഇത് കഴിഞ്ഞിട്ടാണ്. പഠനം അപ്പോൾ തുടങ്ങുന്നത് കാരണം അവർക്ക് ലൈഫ് ലോങ് ലേണറാണ്. അവർ ജീവിതം അവസാനിക്കുന്നതിൻ്റെ പഠിക്കുന്നത്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ അക്കാദമിക് ഇൻ്റലിജൻ്റ് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു ഡിഗ്രി വരെ എത്തി, ഇനി എന്നെ കൂടെ പഠിക്കാൻ കഴിയില്ല, ഈ പഠിച്ചു വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കോളാം. അതുകൊണ്ടാണ് അവർക്ക് പലരും ഈ എഡ്യൂക്കേഷൻ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾ പലരും ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്തത്. ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് കൂടി ഒരു ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ഒരു സാലറി വാങ്ങി. പക്ഷേ മറ്റു ചിലർ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന മുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അവർ ലൈഫ് ലോങ് ലേണറാണ്. ആ ലേണറിൽ ഭയങ്കര ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി അവർ വർക്ക് ചെയ്തിട്ട് ഭയങ്കര ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ടീനേജർ എഫക്റ്റീവായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സർവീസ് മെൻറ്റാലിറ്റി, ഒരു ബിസിനസ് മെൻറ്റാലിറ്റി, ഒരു പൈസ ഉണ്ടാക്കുന്ന കല മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് എന്താണ്? ഒരു മിനിമം. അതായത് നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ് കഴിഞ്ഞതാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റും. അത് പഠിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാം? ചിലപ്പം ഈ സഭാകമ്പം ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ ഫേസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം അതിലേക്ക് ഇറങ്ങിയാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പൈസ ഉണ്ടാക്കുന്ന കലയും കൂടി അതിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇമ്മേഴ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കൺസെപ്റ്റും IQ ലെവലിൽ മനസ്സിലായാലേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ.